എങ്കിൽ ആകാശവാണി അടിച്ചാനെ. അപ്പോൾ നമുക്ക് വേറൊന്നുമില്ല, എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനും പറ്റുള്ളൂ, പിന്നെന്താ പറയുക, മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ. മനസ്സിലാവണ്ട. അപ്പോൾ ഇനി അടുത്തത് നിങ്ങളാവാം. കീപ് സപ്പോർട്ടിങ്. ഇൻസ്റ്റഗ്രാമും എൻ്റെ യൂട്യൂബും എൻ്റെ ഫേസ്ബുക്കും ഒന്ന് സബ്സ്ക്രൈബും ഫോളോവും ഇതും ചെയ്തു വെച്ചേക്ക്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നുമായിരിക്കും ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യണത്. ഞാൻ വരാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, വന്നു, ചാലഞ്ച് ചെയ്തു, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അടുത്തത് നിങ്ങളാവാം. 1000ന്റെ ചലഞ്ചാണ് ഞാൻ ഇന്ന് കൊടുത്തത്. ഇൻസ്റ്റാഗ്രാമിലും വരും, യൂട്യൂബിലും വരും, ഫേസ്ബുക്കിലും വരും, എല്ലാത്തിൽ നിന്നും ഞാൻ പിക്ക് ചെയ്യും. എനിക്ക് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ബാക്കി ഞാൻ ഇതിനേക്കാളും വലിയ വലിയ കളികളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയൊരു ആശയത്തിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പല പല ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നതാണ്. 6 മണിയോട് ഇവിടെ കാണാമല്ലോ, 6 മണി കേട്ടോ. അതായത് വൈകുന്നേരം 6 മണി, 6 to 6:05 വരെയുള്ളൊരു ഇതിലാണ് നമ്മളൊരു ടൈം പറഞ്ഞത്. അതും നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് ഇന്ന് വൈകുന്നേരം 6 മണി 6:05 നമ്മൾ ഒരാളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺലൈനിലുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് 1000 രൂപ അടിച്ചിരിക്കും. അടിച്ചാൽ 10 സെക്കൻഡ് ചാലഞ്ചിൽ 1000 രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടിച്ചിരിക്കും. അത് തരേണ്ട ബാധ്യതയും എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാനത് തന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് കള്ളത്തരങ്ങളൊന്നും നമുക്ക് പറ്റില്ലല്ലോ. കള്ളത്തരം കാണിച്ചാൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടിട്ട് നമ്മുടെ ഭാഗത്ത് കള്ളത്തരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ തന്നെ ഞാൻ എല്ലാം ചെയ്തു. എൻ്റെ ട്രൈപ്പോഡ് ചെറിയൊരു ഇളക്കം, അതാ പ്രശ്നം. ഇളക്കം മീൻസ് ഇങ്ങനെ താന്നുള്ളൂ, അതൊന്ന് നോക്കണം. അതാണ് ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. സോറി. അപ്പോൾ 6 മണിക്ക് നമ്മളെത്തി. നമ്മൾ നമ്മുടെ ആദ്യത്തെ യൂട്യൂബിൻ്റെ ഒരു ചലഞ്ചിലോട്ട് ഞാൻ വന്നിരിക്കണേന്. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞതിന് ശേഷം 190 ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ്, 160 ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ 209 കുറച്ചാണെങ്കിലും താങ്ക്സ്. കാരണം നമ്മൾ പറയുന്നതൊക്കെ എല്ലാവരും നമ്മളെ സ്നേഹം കൊണ്ടിട്ട് കേൾക്കാനൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ വളരെ താങ്ക്സ് അതിനൊക്കെ. ഇനി നമുക്ക് ഇന്ന് തന്നെ നമുക്ക് എല്ലാവരും കിട്ടൂലല്ലോ, എല്ലാം കിട്ടൂലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാം പിടിക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിലാണ് കുറേ കമൻറ്റ് വന്നേക്കുന്നത്. ഓക്കെ, അല്ലാതെയും കുറേ കമൻറ്റൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോൻ്റെ അടിയിലുള്ള എന്താ പറയുക ഒരു കമൻറ്റിൽ നിന്നാണ് ഞാൻ പിക്ക് ചെയ്യണത് കേട്ടോ. ഇത് ചിലപ്പോൾ ലാഗ് അടിക്കും, കാരണം നമ്മുടെ യൂട്യൂബ് നമ്മളേക്കും ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കണം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലെ 30 സെക്കൻഡും 1 മിനിറ്റും കൊണ്ടിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പം ഞാൻ വേറൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും തന്നെ നമ്മൾ ചാൻസ് തരും. കാരണം എനിക്ക് ഇന്ന് തന്നെ എല്ലാവരിലോട്ടും എത്താൻ വേണ്ടി പറ്റില്ല. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഒരുപാട് കമൻറ്റുകൾ കണ്ടു. പക്ഷെ എല്ലാവരിലോട്ടും വരും. നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായാൽ മതി. അത് ഞാൻ എന്തായാലും എല്ലാവരെയും കാണുന്നുണ്ട്. ഓരോരുത്തരെയും നമുക്ക് എല്ലാ ദിവസവും കമൻറ്റ് ഇടുന്നവരെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ഞാൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് പിക്ക് ചെയ്യണേണ്. അതിനുശേഷം നമുക്ക് അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാനൊരു കമൻറ്റ് അങ്ങോട്ട് പിക്ക് ചെയ്യണേണ്. എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആകാശ് മോനാണ് നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു കമൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകാശ് മോൻ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫോളോ, കാരണം ഇതിൻ്റെ അകത്ത് കമൻറ്റ് വിട്ട് ആകാശ് മോൻ എങ്ങനെ അറിയുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ആകാശ് മോൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടിട്ട് കുറച്ച് ഇത് ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് ആൾക്കാരൊന്നും ക്ഷമിക്കണം. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടുള്ള, അപ്പോൾ ഒന്നും ശ്രമിക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഒരു ചിലപ്പോൾ ഇന്നൊരു 5-10 മിനിറ്റ് ചിലപ്പോൾ ലാഗ് അടിച്ചാലും. അതുകൊണ്ടിട്ട് ആകാശം, കാരണം യൂട്യൂബിൽ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പുള്ളിനൊന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ആകാശ് മോനെ ഞാൻ കണ്ട്. ആകാശ് മോൻ്റെ ഞാൻ യൂട്യൂബിൽ എനിക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയി പൊക്കുവേ, അതുകൊണ്ടിട്ട് സീനില്ല. അപ്പോൾ ആകാശ് മോൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഈ നല്ല മനസ്സിനും മനുഷ്യ സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ചെയ്ത ഈ സഹായം ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയാണ്.
ദൈവം ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യം യൂട്യൂബിലൊരു തുടക്കം എന്നോളം തുടങ്ങിയതല്ല. അപ്പം ഞാൻ പുള്ളിയുടെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ചെന്നിട്ട് ഞാൻ പുള്ളിക്ക് ചലഞ്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാണ്. ഞാൻ കണ്ടുപിടിച്ച് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഉണ്ടോ നോക്കാൻ, ഇനി യൂട്യൂബിൽ വന്നിട്ടാണോ നോക്കല്. ഇതാണ് നമ്മുടെ ആകാശ് മൻ. നമ്മുടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പുള്ളിനെ. ഒരു ഫോളോവർ, നമ്മുടെ ഫോളോവറാണ് പുള്ളി, ഫോളോവർ. അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യാനുള്ളത് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യണ പോലെ സെൻഡ് മെസ്സേജ് എന്താണ്ടൊക്കെ തീർച്ചയായും ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പുള്ളി നേരത്തെയും ചാലഞ്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊന്നും നമ്മൾ സത്യസന്ധമായിട്ടുള്ള ആകാശ് മോനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 1000ന്റെ ചലഞ്ച് ആകാശ് മോൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, 1000 10 സെക്കൻഡ് ചാലഞ്ച് ആകാശ് മോൻ 10 സെക്കൻഡ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആകാശ് മോൻ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റേതായുള്ള ആദ്യത്തെ അടി ആകാശ് മോൻ തന്നെ ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. പക്ഷേ സോറി ഗൈസ്, ആകാശ് മോൻ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ആകാശ് മോൻ അടിച്ചാനെ. ആകാശ് മോൻ ഉണ്ടെങ്കിൽ ആകാശ് മോൻ അടിച്ചാനെ. അപ്പോൾ നമുക്ക് വേറൊന്നുമില്ല, എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനും പറ്റുള്ളൂ, പിന്നെന്താ പറയുക, മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ. മനസ്സിലാവണ്ട. അപ്പോൾ ഇനി അടുത്തത് നിങ്ങളാവാം. കീപ് സപ്പോർട്ടിങ്. ഇൻസ്റ്റഗ്രാമും എൻ്റെ യൂട്യൂബും എൻ്റെ ഫേസ്ബുക്കും ഒന്ന് സബ്സ്ക്രൈബും ഫോളോവും ഇതും ചെയ്തു വെച്ചേക്ക്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നുമായിരിക്കും ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യണത്. ഞാൻ വരാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, വന്നു, ചാലഞ്ച് ചെയ്തു, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അടുത്തത് നിങ്ങളാവാം. 1000ന്റെ ചലഞ്ചാണ് ഞാൻ ഇന്ന് കൊടുത്തത്. ഇൻസ്റ്റാഗ്രാമിലും വരും, യൂട്യൂബിലും വരും, ഫേസ്ബുക്കിലും വരും, എല്ലാത്തിൽ നിന്നും ഞാൻ പിക്ക് ചെയ്യും. എനിക്ക് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ബാക്കി ഞാൻ ഇതിനേക്കാളും വലിയ വലിയ കളികളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഓക്കെ, താങ്ക് യു.